എൻ്റെ പേര് തോമസ് എന്നാണ്. എൻ്റെ സ്വദേശം പെരുമ്പാവൂരിനടുത്ത് വല്ലം എന്ന സ്ഥലത്താണ്. എനിക്ക് ബിസിനസ്സാണ്, ഞങ്ങൾക്ക് കുടുംബപരമായിട്ട് ഒരു ബിസിനസ്സാണ്. മെറി ബോയ് ഐസ്ക്രീമിൻ്റെ ഒരു പാർട്ട്ണറാണ്. അത്യാവശ്യം വേറെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ വേറെ ഉണ്ട്. ഇതൊരു 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വരുന്ന ഒരു വീടാണ്. ഇത് മരത്തിൽ തന്നെ പണിയുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാരണം പെരുമ്പാവൂരിലെ തടി ഡിപ്പോ മുടിക്കലിലാണ്. സുലഭമായി തേക്ക് കിട്ടുന്ന സ്ഥലമാണ് പെരുമ്പാവൂർ. ആ സമയത്ത് ഞങ്ങൾ ഡിപ്പോയിൽ പോയി തേക്ക് ലേലം വയ്ക്കുകയും ഡിപ്പോയിൽ നിന്നുള്ള തേക്ക് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ വീടിൻ്റെ കോണി, കതകുകൾ, മറ്റ് ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആ തരം തേക്കുകൾ ഉപയോഗിച്ചാണ്. തേക്കിൻ്റെ ഒരു മഹാത്മ്യം അത് നിലമ്പൂർ തേക്ക് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പണ്ടുകാലം മുതൽ തന്നെ കേരളത്തിലെ പല വീടുകളും മരം കൊണ്ടാണ് പണിതിട്ടുള്ളത്. കോൺക്രീറ്റൊക്കെ അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കോൺക്രീറ്റ് ജനാലകളും കട്ടലകളൊക്കെ വന്നിട്ടുള്ളത്. മരം കൊണ്ട് പണിത് ഞാൻ കൂടുതൽ തണുപ്പ് കിട്ടുമെന്ന്, വീടിനൊരു ഐശ്വര്യമായിരിക്കും എന്നെല്ലാം പല ആർക്കിടെക്റ്റുകളും പറഞ്ഞതിനനുസരിച്ചാണ് ഞങ്ങൾ തടിയിലേക്ക് മാറാൻ കാരണം. ഈ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്കിതിന് പെയിൻറ് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് കുറുപ്പമ്പടിയിലുള്ള ശലഭം കുര്യാക്കോസിനെ പറ്റി ഞങ്ങളുടെ ഓർമ്മ വന്നത്. അദ്ദേഹം ഞങ്ങളുടെ പല വീടുകളും ബന്ധുമിത്രാദികളുടെ വീടുകളൊക്കെ പെയിൻറ് ചെയ്ത് പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അദ്ദേഹത്തിൻ്റെ പേര് ശലഭം കുര്യാക്കോസ് എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. മിസ്റ്റർ കുര്യാക്കോസ്. അദ്ദേഹമാണ് മിസ്റ്റർ ശലഭം കുര്യാക്കോസ്. അപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഏഷ്യൻ പെയിൻറ്റിനെ പറ്റി ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. ഏഷ്യൻ പെയിൻ്റാണ് എൻ്റെ 2 വീടുകൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മരത്തിൻ്റെ എല്ലാ പോളിഷും തേക്കിൻ്റെതായ കളർ കിട്ടുന്നതിനും ഒക്കെ ഇതിനും വേണ്ടിയിട്ട് അക്യുഡോർ പോളിഷാണ് ഈ വീടിൻ്റെ എല്ലാ മരങ്ങൾക്കും ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്ടറായ കുര്യാക്കോസ് പറഞ്ഞു തരുന്നു. കുര്യാക്കോസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അക്യുഡോർ ഉപയോഗിക്കാൻ കാരണം. ഞാൻ കുര്യാക്കോസ് എന്നാണ് പേര്. ഞാൻ കോൺട്രാക്ടർ ഫീൽഡിലേക്ക് വന്നിട്ട് 45 വർഷമായി. 45 വർഷമായിട്ടും ഏഷ്യൻ പെയിൻറ്റ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫാദറായിട്ട് പെയിൻറ്ററാണ്. ആ കറക്റ്റാണ് ഞാനിങ്ങനെ വന്നത്. 66 മുതൽ പെയിൻറ്റിങ്ങിലേക്ക് ഞാൻ ഇറങ്ങിയതാണ്. അന്ന് മുതൽ ഇതിങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. ഒത്തിരി പോളിഷുകൾ, പെയിൻറ്റ് എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ. അതിലെല്ലാം ഉപരി ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ അക്വഡോർ പി എന്നുള്ള പോളിഷിൽ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അക്വഡോർ പി ഉപയോഗിച്ചാണ് ഈ കിച്ചൺ പാനലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് സ്റ്റെയിൻ വീഴോ വെള്ളം തരികയൊക്കെ ചെയ്താലൊന്നും പ്രശ്നമില്ല. ഹൈ ഡ്യൂറബിലിറ്റിയാണ് ഇതിൻ്റെ. അക്വഡോർ പോളിഷ് വെച്ച് ചെയ്ത എൻ്റെ ഈ ഡോറും അതോടൊപ്പം തന്നെ എൻ്റെ ഈ പാനലിങ്ങിൻ്റെ കംപ്ലീറ്റ് ഫിനിഷിങ്ങും നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഈട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലും നല്ല ഫിനിഷിങ് ഇതുവരെയും ഉള്ളതാണ്. എൻ്റെ ഓടിപ്പണികളും എല്ലാ പാനലിങ്ങും അക്വഡോറിൻ്റെ പോളിഷ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ തോമസിന് ഞാനുമായിട്ട് 25 വർഷത്തെ ബന്ധങ്ങളുണ്ട്. പുള്ളിയുടെ 3ാമത്തെ വീടാണ് ഞാൻ ചെയ്യുന്നത്. ഈ വീട്ടിൽ നാച്ചുറൽ ഫിനിഷ് വേണമെന്ന് പുള്ളി നിർബന്ധം പറഞ്ഞതുകൊണ്ടും നല്ല ഫിനിഷിങ് വേണമെന്നുള്ള ആ അഭിപ്രായത്തിൽ മുഴുവൻ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ അക്വഡോർ പി യു സെലക്ഷൻ ചെയ്യാനുള്ള കാരണം. അത് ചെയ്തതിന് ശേഷം പുള്ളി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിൻ്റെ ഫിനിഷിങ്, അതുപോലെ പുള്ളിക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നു, ഇത് വിഷാംശം ഇല്ലാത്തതായിരിക്കണം, സ്മെല്ലുണ്ടാകരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം അക്വഡോർ പി യുവിൽ ഇൻക്ലൂഡിങ് ചെയ്തുകൊണ്ടാണ് ഈ പോളിഷ് നമ്മൾ സെലക്ഷൻ ചെയ്തിരിക്കുന്നത്. ഈ പി യു അക്വഡോർ ചെയ്തതിന് ശേഷം ഉണ്ടായ നമ്മുടെ അനുഭവം പറയുകയാണെങ്കിൽ
ഒന്ന് നമുക്ക് പ്രോഫിറ്റ്, മണി പ്രോഫിറ്റ് ആണ്. മണി പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിത് വാട്ടർ ബേസ്ഡ് ആണ്. അതിനകത്ത് നമുക്ക് തിന്നർ ഉപയോഗിക്കേണ്ടാത്തതുകൊണ്ട്, സോൾവെന്റ് ബേസ് അല്ലാത്തതുകൊണ്ട് തിന്നർ ഉപയോഗിക്കാനുള്ള, അതുകൊണ്ട് അത് തന്നെ വലിയൊരു പ്രോഫിറ്റ് ആണ്. വാഷിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത് വാട്ടറാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ശാരീരികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പോളിഷാണ്. ഇത് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ആ അനുഭവം, അത് വീണ്ടും നമ്മളിത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു അനുഭൂതിയാണ്. എൻ്റെ ഈ വീടിൻ്റെ എല്ലാ ഫർണിച്ചർ പണികളും, എല്ലാ പണികളും അക്വഡോർ പോളിഷ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെയായിട്ടും യാതൊരു കോട്ടങ്ങളും സംഭവിച്ചിട്ടില്ല. ഞാൻ വളരെ സംതൃപ്തനാണ് ഇതിനകത്ത്. കാരണം ഇത് ലാസ്റ്റ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് മാത്രം.